ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 33. ഒരു അത്ഭുതകരമായ സാമ്യം. ചില അവസരങ്ങളിൽ പിതാവായ ദൈവം എങ്ങനെ കാണപ്പെടും? കാണപ്പെടാവുന്ന ഒരു ശാരീരിക പ്രത്യക്ഷത എനിക്ക് ഇന്നുവരെ അനുഭവപ്പെട്ടിട്ടില്ല. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിലെന്ന പോലെ യേശു ഭൂമിയിൽ സഞ്ചരിച്ച രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ അവന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാനാണ് സ്വർഗീയ ജീവികൾക്ക് കൂടുതൽ താല്പര്യം. എബ്രായ ലേഖനം ക്രിസ്തുവിനെ ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായി വെളിപ്പെടുത്തുന്നു. നാം യേശുവിനെ കാണുമ്പോൾ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന ഒരു തീർപ്പിലെത്തുവാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. പിതാവിനെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെയും വെളിപ്പെടുത്തുന്നു. യേശുവിനെ നോക്കുക, പരിശുദ്ധാത്മാവിനെയും നിങ്ങൾ കണ്ടെത്തും. എത്രയും വേഗം ഞാൻ ഇതെല്ലാം കണ്ടെത്തും. അവിടെ നിങ്ങളും കാണപ്പെടുവാൻ വേണ്ട ആസൂത്രണം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അകത്തും പുറത്തുമായി ഒഴുകി നടക്കുന്ന സുതാര്യമല്ലാത്ത ഒരു മേഘശകലമോ ഒരു സ്വർഗീയ മന്ദമാരുതനോ അല്ല പരിശുദ്ധാത്മാവ്. അവൻ ദൈവമാകുന്നു. പിതാവും പുത്രനും തൃത്വത്തിൽ സമന്മാരായിരിക്കുന്നത് പോലെ അവനും അതുപോലെ നിങ്ങളിൽ വാസം ചെയ്യുന്നു. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവ് ദൈവത്തിന്റെ മന്ദിരത്തിൽ വസിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നാം ആണ് ആ മന്ദിരം. പിതാവും ആത്മാവും തമ്മിൽ തുല്യതയിലാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള ഒരുവൻ മാത്രമല്ല പരിശുദ്ധാത്മാവ്. അവൻ അതിൽ നിന്നൊക്കെയും വലിയവനത്രേ. അവൻ പിതാവിനോടും പുത്രനോടും തുല്യതയുള്ള ദൈവമാണ്. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണെന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കുവാൻ അവന് കഴിയും. ആത്മാക്കളെല്ലാം സർവാരൂപിയല്ല. പരിശുദ്ധാത്മാവ് എന്നും അങ്ങനെയാകുന്നു. അമേരിക്കയിൽ അവൻ യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ റഷ്യയിലും അങ്ങനെയാകുന്നു. സാത്താനെക്കുറിച്ച് അനാവശ്യമായ പ്രശ്നങ്ങളിൽ ചെന്ന് ഭവിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. സാത്താൻ സർവ്വവ്യാപിയാണെന്ന് കരുതുക. എന്നാൽ അവൻ അങ്ങനെയല്ലെന്ന് ഞാൻ ഉറപ്പു തരാം. എല്ലാ സ്ഥലത്തും ഒരേ സമയമായിരിക്കുവാൻ അവന് കഴിയുകയില്ല. ദൂതന്മാർക്കും ഒരേ സമയത്ത് എല്ലായിടത്തും ആയിരിക്കുവാൻ കഴിയുകയില്ലല്ലോ. പിശാചും ഒരു ദൂതൻ തന്നെ, ഒരു പ്രധാന ദൂതൻ. മിഖായേലും ഗബ്രിയേലും സർവ്വവ്യാപിയല്ല. സാത്താനും അങ്ങനെ തന്നെ. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സർവ്വവ്യാപിത്വത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലങ്കൈ എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 139 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധാത്മാവ് സർവ്വവ്യാപി മാത്രമല്ല, സർവശക്തനുമാണ്. എല്ലാവിധത്തിലും ശക്തൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. മറിയയോടുള്ള ദൂതന്റെ വാക്കുകളാണിത്. അത്യുന്നതന്റെ ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ. അവൻ സർവശക്തൻ, മഹത്വപൂർണൻ, സകല ശക്തിയും നിറഞ്ഞ ബലവാനായ ദൈവം തന്നെ. പരിശുദ്ധാത്മാവ് സർവജ്ഞാനിയുമാണ്. അവൻ സകലവും അറിയുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവും സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോകാറുണ്ട്. ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ മനസ്സ് അന്വേഷിച്ചറിയുന്നു. അവന് എല്ലാം അറിയാമെന്ന് തന്നെ അതിന് മറുപടി. സാത്താനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറെ സംഗതികളുമുണ്ട്. നിങ്ങളുടെ മനസ്സ് വായിച്ചറിയുവാൻ അവന് കഴിയുകയില്ല. ദൈവദൂതന്മാർക്ക് നിങ്ങളുടെ മനസ്സിലിരിപ്പ് അറിയുകയില്ല. പിശാചും ഒരു ദൂതനാണല്ലോ.
നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുവാൻ അവനു കഴിഞ്ഞിരുന്നെങ്കിൽ അവനൊരു സർവജ്ഞാനിയാകുമായിരുന്നു. എന്നാൽ ആ സ്ഥാനം പിതാവിനും പരിശുദ്ധാത്മാവിനും മാത്രമുള്ളതാണ്. സാത്താന് നിങ്ങളുടെ ഉള്ളത്തെ അറിയുവാൻ സാധിക്കുകയില്ല.